പുതിയ വീഡിയോ ആയിട്ടാണ് നടക്കുന്നത്. ഇന്നത്തെ വീഡിയോ അമ്മ മീൻകറി വെക്കുന്ന വീഡിയോ ആണ്. അപ്പം അപ്പോൾ നമുക്ക് മീൻകറി വെക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടെന്ന് നോക്കാം. അപ്പോൾ 1 കിലോ കേരയാണ്. അപ്പോൾ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതാണ്. മുളക് പൊടി 4.5 ടീസ്പൂണുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പുളിയാണ് 4 ചുള പുളി, കുടംപുളി എടുത്ത് ഉറ കൂടാനായിട്ട് വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചതാണ്. കരിയാപ്പല, ഇത് പിരിയമുളകാണ്, കടുക്, ഉലുവ, വെളിച്ചെണ്ണ. ഉലുവ ഞങ്ങൾ ശകലേ ഉപയോഗിക്കാറുള്ളൂ. ഒരുപാട് ചുവ എത്ര പോലെ അത് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് തുടങ്ങാം. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് കണ്ണാപ്പ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് കത്തിച്ച് മീൻകറിയിലേക്ക് പോകാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കടുക് കൊടുക്കാം. കടുക് ഒരുപാട് ഇടണ്ട. കടുക് കൊട്ടി തെറിക്കുമ്പോൾ വീട്ടിൽ വരക്ക് കടിക്കില്ലേ എന്ന്. കടുക് ഇട്ടാലും ഇട്ടില്ലേലും ഞാൻ വഴക്ക് കുടിക്കും. അത് കൂടിയാലും കൂടിയില്ലല്ലോ, ഇടയ്ക്ക് ഞാൻ ഇവിടെ കിടന്നു. അതെന്താ? ഉലുവ ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു. ഇനി പൊട്ടി കഴിയുമ്പോൾ ഇത് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. കാണിച്ചേ. അതൊന്ന് മൂത്ത് കിട്ടണം. ഇടയ്ക്ക് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കരിഞ്ഞ് പോലെ ചുമന്ന് വരണം. കറുത്ത് പോയ മീൻകറിക്ക് കയ്പ്പ് വരും. അപ്പോൾ പത്തിലുമുളക് ഇട്ട് കൊടുക്കുക. ഇവിടെ പത്തിലുമുളകിനകത്ത് എണ്ണ ഭയങ്കര ഇഷ്ടമാണ്. വേടി ഇങ്ങനെ എടുക്കുമ്പോൾ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. കഴുകി വെച്ചതാണ്. കറിവേപ്പില ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ മൂത്ത് കിട്ടുമ്പോൾ നല്ല എണ്ണ കിടന്നു. ഒരുപാട് കരിയാപ്പില ഇടുന്നു. ഇന്ന് കരിയാപ്പില ഇല്ല. ലാസ്റ്റ് നമുക്ക് ഇടാം. ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും പച്ചമുളകും എല്ലാം മൂത്ത് വന്നു. ഇനി മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4.5 സ്പൂണുണ്ട്. കാരണം 1 കിലോയ്ക്ക് ഒരു 100 ഗ്രാം കൂടെ കൂടുതലുണ്ടായിരുന്നു മീൻ. നമുക്കിനി അത് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ആ പച്ചച്ചോവ അങ്ങ് മാറി കിട്ടണം. പിടിച്ചോണ്ടലക്കണം, അല്ലെങ്കിൽ തട്ടിയെങ്ങാനും പോയാ. ലേശം മഞ്ഞളും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. ഞാനത് പറഞ്ഞു വ്യത്യാസം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാരും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. എടുത്തോ, ലേശം വെള്ളം ഒഴിച്ചു. ഞാൻ തിളച്ച് വരട്ടെ. മീൻകറി വെച്ചാലും അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഞങ്ങളുടെ അപ്പം ഞങ്ങളുടെ ടെസ്റ്റാണ്. കൂടുതൽ മുടിച്ചതുകൊണ്ടാണ്. കണ്ണാപ്പിക്കാതിരുന്ന മീൻ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ വാർന്ന് കിട്ടി. വലുപ്പത്തിലാണ് ഇടുന്നത്. ഈ വലുപ്പത്തിലാണ് ഞാൻ മീൻ ഇടുന്നത്. ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീൻ വെള്ളം തിളച്ചു. മീനിൻ്റെ അരപ്പ് തിളച്ചു. മീനിൻ്റെ അരപ്പ് ഈ മാറ്റി വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ മീൻകറി വെക്കുന്നത്. അത് ഇങ്ങനെയൊക്കെയാ കൂട്ട് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ചിലത് പച്ചമുളക് ഇടും, ചില മല്ലിപ്പൊടി ഇടും. ഞാനൊന്നും ഇടുക സാധാരണ മീൻകറി പോലെ. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും പല രീതിയിൽ വെക്കും. അരപ്പെല്ലാം ഒന്ന് നമുക്ക് കഴുകി ഒഴിക്കണം. ഞാൻ കൈ കൊണ്ട് കഴുകി ഒഴിക്കാറില്ല. ചിലർ കൈ കൊണ്ട് തൂത്ത് വടിച്ചൊഴിക്കും. മീനിൻ്റെ ഇച്ചിരൂടെ വെള്ളം അരപ്പിരിക്കണം. കഴുകി എടുത്ത്
ഒഴിച്ചേക്കാം. ഒത്തിരി ചാറ് വേണം അപ്പയ്ക്കൊക്കെ. അപ്പം ചാറുകാരനാണ്, മീനേക്കാളും ചാറാ കൂട്ടുന്നത്. എൻ്റെ ഒച്ച ജലദോഷം ഉണ്ടായിക്കൊണ്ടാ ഗൈസ് ഇങ്ങനത്തെ ഒച്ച തന്നെ. വെറൈറ്റി ഒച്ചയല്ലേ. ഉപ്പ് പാകത്തിന് ചേർത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ പുളി ഇറങ്ങാറുള്ളൂ. കാരണം ഉപ്പിൻ്റെ ചുവ ഉപ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. പുളി ഉള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ഇതറിയാൻ പറ്റത്തില്ല. പുളി പിന്നെ നമുക്കറിയാമല്ലോ, പുളിയുടെ തിരിച്ചറിയാം. ഇത്തിരി ഇളക്കി കൊടുക്കരുത്, കഷ്ണം ഉടഞ്ഞു പോവും. നടുക്കൊന്ന് കുറ്റി പതുക്കെ എടുക്കുക. മേളോട്ട് കരിയാപ്പല ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുത്തു. കരിയാപ്പില കുറവാണ്. കരിയാപ്പലയുടെ തണ്ട് ഇട്ട് കൊടുക്കാം. അതെ, ഇനി അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടോ നോക്കും. ഞാൻ ഉപ്പ് കുറവാണ്. ഇവിടെ ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. ആയോ? ഉണ്ടാക്കുക ഉപ്പ് കല്ലായിരുന്നു. ഉപ്പ് നോക്കട്ടെ എങ്ങനെയുണ്ട് അമ്മേ? ഉപ്പ് പാകത്തിനുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി ഇടണ്ടേ? പുളി ഇടണം. പുളി ഇട്ട് കൊടുക്കുക. അമ്മ ഇടാറല്ല, ഞാൻ കാണുന്നു. 4 കഷ്ണം പുളി മതി. കാരണം എൻ്റെ 4 ഫേവറേറ്റ് മീൻ ഞാൻ എടുത്ത് മാറ്റി. 4 ഫേവറേറ്റ് അശ്വതാ ഗൈസ്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി വേണമെങ്കിൽ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെ അത് റെഡിയായി. എങ്ങനെയുണ്ട്? അവിടെ നിന്ന് വേകട്ടെ. ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുടിച്ച് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടെ അപ്പയെ കൊണ്ട് നോക്കിക്കാം. അപ്പോൾ അടുത്ത് തിളക്കട്ടെ. ഓക്കെ, ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കാം. അപ്പയ്ക്കൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് കറിയുടെ റിസൾട്ട് വിലയിരുത്താം. അപ്പം ഇന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊതി പിടിച്ച് നിൽക്കുകയാണോ പൂപ്പി മോള്? അപ്പയ്ക്കല്ല ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. അപ്പോൾ പറ്റി വരുന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട്? ചാറൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കി പറ, എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ. അതുകൊണ്ടാണ് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഉപ്പിമോളൊന്ന് കൂട്ടി നോക്കിയിട്ട് തലയിലെല്ലാം കൊണ്ട് മീൻ ചാറാക്കുന്നത്. ഉപ്പിമോൾക്ക് ഒന്ന് ഇച്ചിരി കളിയാക്ക് കൂടുതലാണ്. ഇഷ്ടപ്പെടല്ലോ? ആ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ മീൻചാറ് കുടിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്